ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അശ്വിൻ ബ്ലോഗ്സ്. ഗായ്സ്, ഞാനിപ്പോഴത് കസോളാണ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ബർത്ത്ഡേ കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് പോകുന്ന പോക്കായതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഇൻ്റർവ്യൂടെ അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് എടുക്കണമെന്ന് ഓർത്തതാണ്. എന്നിട്ടാണ് എടുക്കുന്നത്. ഇവിടെ വന്നത് നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് പോകാം. ഓക്കെ. ഗൈസ്, നമ്മൾ കാസർഗോഡിലേക്കുള്ള വഴിയിലാണ്. നല്ല തണുപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാടാ. എൻ്റെ പൊന്നോ, ഒന്നൊന്നര വ്യൂ. ഇതൊന്നൊന്നുമല്ല, പക്ഷെ ഇത് ഓൺ ദ വേ. നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈ വരെ ഫ്രീസ് ആയിട്ടിരിക്കുന്നുണ്ട്. ചെറുത് ഇതൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ എൻ്റെ കൈ മരയിച്ചിട്ട് എനിക്ക് വീഡിയോസ് പോലും എടുക്കാൻ പറ്റണ്ട. അതായത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇപ്പൊ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല. എവിടെയെങ്കിലൊക്കെ പോയി കസോളെത്തി റൂമിലൊക്കെ ചെന്നിട്ട് ഫ്രഷ് ആവില്ലാന്നോർത്ത്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അത്യാവശ്യം നല്ല സർവീസാണ് ഗൈസ്, ഒന്നും പറയാനില്ല, പൊളി. മുന്തറെത്തി. ഇനി ഇവിടെ നിന്ന് ക്യാബ് വിളിച്ചിട്ട് കയറിപ്പോ. അപ്പം ഇങ്ങനെ കസോളൊക്കെ എത്തി, ഒന്ന് സെറ്റായി, കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടൊന്ന് എണീറ്റ് ബോഡിയൊക്കെ ഒന്ന് റീഫ്രഷായി. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പോണത് ജസ്റ്റ് ഒന്ന് മണികരൻ ജസ്റ്റ് ഒന്ന് പോയി. ഇത് ഒരു ചെറിയൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല. 2 hour നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്ന ദൂരമുള്ളൂ. 4 kilometer അത്ര അങ്ങുള്ളൂ. അപ്പം അതിന് വെറുതെ വണ്ടി വിളിക്കണല്ലേ. അപ്പോൾ നേരെ അങ്ങനെ പോയിട്ട് ഒന്ന് മണികരൻ പോയി അവിടുന്ന് തോഷ്. അതാണ് എൻ്റെ പ്ലാൻ. ഈ എല്ലാ വീഡിയോസും വരുന്നുണ്ടാവും. സൗണ്ടുമില്ല, ഒരു അനക്കവും ഇല്ല, ഫുൾ സൈലൻറ്റ്. ഇവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇരുന്ന് അവിടെ നോക്കിയപ്പോൾ ഒരു സ്പോട്ട് കണ്ട് വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അത്യാവശ്യം നല്ല വ്യൂ കിട്ടും.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോഴേ നൈസൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്ന് കയറി. സുഖം ഉറക്കുമായിരുന്നു, നൈസ്, നല്ല സുഖമായിരുന്നു. ബസ്സിൽ എനിക്കങ്ങനെ അത്ര കംഫർട്ടബിൾ ആയിട്ടൊന്നും ഉറങ്ങിയില്ല. തണുത്തിട്ടാണേ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ അവിടെ കൂടി നമ്മുടെ ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ കയറി ഇങ്ങനെ വന്നു. ഇവിടെ കൂടി വന്ന് ചെറുതായിട്ട് ഒരു ചെറിയൊരു മല, വെറുതെ എൻ്റെ മുകളിലിരിക്കണേലും നല്ലത് കാണുന്നതാണ് നമ്മുടെ സ്ഥലം. വെറുതെ എൻ്റെ മുകളിലിരിക്കണേലും നല്ലത് ഇതേപോലത്തെ സ്ഥലത്ത് എവിടെയെങ്കിലും വന്നിരിക്കണം. എല്ലാവരും ഒറ്റക്ക് ഒരു ദിവസം ഒരു യാത്ര വരണം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സോളോ ട്രിപ്പ് ഒന്ന് പോകണം. അതായത് വർഷത്തിലൊരിക്കലും ഇതേപോലെ ബർത്ത്ഡേ ആവുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് സോളോ ട്രിപ്പ് അടിച്ചു പോകും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പറ്റും. ഞാൻ എന്താണെങ്കിലേ ഒന്ന് റൂമിലേക്ക് ചെല്ലട്ടെ. ചെക്കൗട്ട് ചെയ്യാൻ ടൈമേ. ഇനി ഇവിടെ നമുക്കിത് ആ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേ. നല്ലൊരു ഇസ്രായേലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളിൽ നിന്ന് ഫ്രണ്ടാണ് ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം. കൂടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് മണിയറൻ വരെ ഒന്ന് നടക്കണം. എന്നിട്ട് മണിയറനിൽ നിന്ന് നമുക്ക് തോശ് പോകാൻ നോക്കില്ല, അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇസ്രായേലി ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ നോക്കണം, എന്താണ് സംഭവം നോക്കണം. അടിപൊളിയാണ്ട, ഒറ്റക്ക് ആരുമില്ലാണ്ട് ബർത്ത്ഡേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൊളീസാണ്. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാക്കിയൊക്കെ നടന്നു. ഇവിടെ വാങ്ങിയിട്ട് നടന്നു പോകാം. ഓക്കെ, നമ്മളിപ്പോൾ പോണത് മണിയാറങ്ങളിലേക്കാണ്. നല്ല തണുപ്പുണ്ടെങ്കിൽ 2 മണിക്കൂർ അങ്ങോട്ട് നടക്കലാന്ന് വിചാരിച്ചു.
ഇവിടെ നിന്ന് റൈറ്റ് കാണുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ തോഷ് പോവാം. നേരെ പോയാൽ മണികരൻ ബസ് സ്റ്റാൻഡ്. ഏകദേശം ഒരു മണിക്കൂർ അത്ര അടുത്തുള്ള കസോളൊന്നും ഇവിടെ വരണം. നല്ല പൊടിയായിരുന്നു ഐസ്. എൻ്റെ അമ്മ ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ട്. എന്തെങ്കിലും പോയി കഴിക്കണം. അങ്ങനെ നടന്ന് പിന്നെ ഇവിടെ നിന്ന് പൈസ എടുത്തിട്ട് വെറുതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ATM വർക്ക് ചെയ്യണില്ല. പണി പാടി. വേറെ ഒന്നും കൂടി നോക്കാൻ വേണ്ടി പണി. അപ്പോൾ ഗൈസ് അതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഞാൻ തോഷ് പോണാണ്. അപ്പോൾ തോഷ് പോണ ഞാൻ നാളെ നിങ്ങളെ കാണിക്കാം. ഒരുപാട് ലെങ്ത് ആക്കണില്ല ഞാൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് തപ്പാണ് പറയാൻ പറ്റല്ലേ. ദിസ് ഈസ് അശ്വിൻ വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ.